എല്ലാവർക്കും നമസ്കാരം. അനൂസ് ലേണിംഗ് സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റേഷ്യോ അനാലിസിസിന്റെ പാർട്ട് 12 വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതുവരെയുള്ള വീഡിയോസിലൂടെ നമ്മൾ റേഷ്യോ അനാലിസിസിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്നും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതുവരെയും നമ്മൾ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്, ലിക്വിഡിറ്റി റേഷ്യോസും സോൾവൻസി റേഷ്യോസും. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റി റേഷ്യോസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റേഷ്യോ അനാലിസിസിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റി റേഷ്യോസ് ആണ് കാണുന്നത്. എന്താണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് നമുക്ക് നോക്കാം. It shows how effectively a firm utilizes its available resources or assets. ഒരു ഫേം അല്ലെങ്കിൽ ഒരു കമ്പനി അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും അതുപോലെ തന്നെ അസറ്റ്സിനെയും എങ്ങനെ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഷ്യോനെ വിളിക്കുന്ന വേറൊരു പേരാണ് എഫിഷ്യൻസി റേഷ്യോ or performance ratio or asset utilization ratio. Okay, and these ratios bring out the relationship between assets and sales. അതായത് കമ്പനിയുടെ അസറ്റ്സും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു റേഷ്യോയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. And these ratios indicates the speed with which the resources are turned over or converted into cash. ഒരു ബിസിനസിന്റെ റിസോഴ്സസ് അല്ലെങ്കിൽ അസറ്റ്സ് എത്ര സമയം കൊണ്ടാണ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് മെഷർ ചെയ്യാനും ആക്ടിവിറ്റി റേഷ്യോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആക്ടിവിറ്റി റേഷ്യോസിനെ നമ്മൾ ടേൺ ഓവർ റേഷ്യോസ് എന്നും കൂടി വിളിക്കുന്നത്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫിഷ്യൻസി മെഷർ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ എഫിഷ്യൻസി റേഷ്യോസ് എന്നും പെർഫോമൻസ് റേഷ്യോസിനും അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോസിനും ഒക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എത്ര സമയം കൊണ്ട് ഈ പറഞ്ഞ റിസോഴ്സസും അസറ്റ്സും ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ടേൺ ഔട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടി മെഷർ ചെയ്യാനാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടി ഇതിനെ ആക്ടിവിറ്റി റേഷ്യോനെ നമ്മൾ ടേൺ ഓവർ റേഷ്യോസ് എന്നും കൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആക്ടിവിറ്റി റേഷ്യോന്റെ ക്ലാസിഫിക്കേഷൻസ് കാണാനായിട്ട് പോവാണ്. പ്രധാനമായിട്ട് 5 ക്ലാസിഫിക്കേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ, ഇൻവെന്ററി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. കണ്ടോ, ഇവിടെ എല്ലാതും ടേൺ ഓവർ റേഷ്യോസ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആക്ടിവിറ്റി റേഷ്യോസ് എന്നല്ല. ഓക്കെ, അപ്പോൾ ആ പേരും കൂടി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ആക്ടിവിറ്റി റേഷ്യോസിനെ തന്നെയാണ് നമ്മൾ ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അഥവാ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോനെ പറ്റിയിട്ടാണ്. സോ ലെറ്റ് us start with the meaning of stock turnover ratio. It shows the relationship between cost of goods sold and average inventory or stock. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ് എന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടി കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതുപോലെ തന്നെ ആവറേജ് സ്റ്റോക്ക് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതിലൂടെയാണ് കമ്പനിയുടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കമ്പനി മെഷർ ചെയ്യുന്നത്. ആൻഡ് ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് മെർച്ചൻഡൈസ് ടേൺ ഓവർ റേഷ്യോ and it indicates the number of times the stock is turned over or converted into sales. And the equation to calculate inventory or stock turnover ratio is cost of goods sold divided by average stock. Cost of goods sold നെ average stock കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. So let us see what are the components of stock turnover ratio. ആ ഇക്വേഷനിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തെല്ലാം കമ്പോണൻസ് ആണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടതെന്ന്. അല്ല, ഇക്വേഷനിൽ എങ്ങനെയാണ് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. സോ ദാറ്റ് ദ മെയിൻ 2 components of stock turnover ratio is cost of goods sold and average stock. Let us see what are the sub components of cost of goods sold. Cost of goods sold ആണ് ഏറ്റവും ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഫിഗർ ആയിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ഒന്നും തരില്ല.
അപ്പം നമുക്ക് കുറേ ഐറ്റംസ് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് തന്നിട്ടായിരിക്കും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം എന്തെല്ലാം കമ്പോണൻസ്, എന്തെല്ലാം സബ് കമ്പോണൻസിലൂടെയാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. So the first equation is cost of goods sold can be computed by the equation opening stock plus purchases plus direct expense including wages minus closing stock. അതായത് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസസും, വേജസ് പോലുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഒപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ഒപ്പം പർച്ചേസസും മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസസും ആഡ് ചെയ്ത് അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടുന്ന ഫിഗർ എത്രയാണോ അതിനെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന വാല്യൂ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആകെ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും ഉള്ളെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം. അപ്പൊ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ഒന്നും തന്നിട്ടില്ലെങ്കിലും സെയിൽസിന്റെയും ഗ്രോസ് പ്രോഫിറ്റിന്റെ വാല്യൂ നമുക്കറിയാമെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസിന് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദ ഇക്വേഷൻ ടു ഫൈൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇഫ് സെയിൽസ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഗിവൺ ദ ക്വസ്റ്റ്യൻ ഈസ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഗ്രോസ് പ്രോഫിറ്റിന് പകരം ഗ്രോസ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? സെയിൽസിന്റെ കൂടെ ഗ്രോസ് ലോസിനെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ഫിഗറും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഇഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്യാൻ നോട്ട് ബി അസർട്ടൈൻഡ് ഫ്രം ദ ഗിവൺ ഇൻഫർമേഷൻ ദെൻ നെറ്റ് സെയിൽസ് മേ ബി യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ പറഞ്ഞ സബ് കമ്പോണൻസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ആകെ നമുക്ക് സെയിൽസിന്റെ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. നെറ്റ് സെയിൽസിന്റെ വാല്യൂ മാത്രമാണ് തന്നിട്ടുള്ളെങ്കിൽ ആ സെയിൽസിന്റെ വാല്യൂ എത്രയാണോ നമുക്ക് തന്നിരിക്കുന്നത് ആ വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് പരിഗണിക്കാം. ഓക്കെ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ലെറ്റ് us see the second component. The second component is average stock. അപ്പൊ ആവറേജ് കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഇപ്പൊ ഒരു 10 കുട്ടികളുടെ വെയിറ്റിന്റെ ആവറേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ കാണാം? എല്ലാവരുടെയും വെയിറ്റ് കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 10 പേരുടെ വെയിറ്റ്സ് ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 10 നമ്മൾ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ സ്റ്റോക്കിന്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് മെയിൻലി 2 തരത്തിലുള്ള സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്കും ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ആഡ് ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഫിഗർ ആണ് എന്ത്? ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇൻ കേസ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, അങ്ങനെയുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ആവറേജ് സ്റ്റോക്കിന്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ. അപ്പൊ ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ വി ഹാവ് ടു ചൂസ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ബോത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് സ്റ്റോക്ക്. എങ്ങനെയാണോ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് അതിന്റെ ബേസിസിലാണ് നമ്മൾ ഏത് ഇക്വേഷൻ വെച്ച് ഈ പറഞ്ഞ ഐറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഓരോന്നും ഏത് അവസ്ഥയാണ് വരുമ്പോൾ, ഏത് അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ. ഇനി നമുക്ക് സ്റ്റോക്ക് വെലോസിറ്റി എന്നുള്ളൊരു ടേം ഇതിന്റെ കൂടെ പഠിക്കാനുണ്ട്. നോർമലി നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോസ് എല്ലാതും ടൈമിലാണ് എക്സ്പ്രസ് ചെയ്യുക. എത്ര സമയം കൊണ്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയാം. ഇൻ കേസ് നമ്മളോട് ചോദിക്കുകയാണ് എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് കൺവേർട്ട് ചെയ്യണം, അങ്ങനെ നമ്മൾക്ക് ദിവസക്കണക്കിന് അല്ലെങ്കിൽ മാസക്കണക്കിന് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അല്ലെങ്കിൽ അനലൈസ് ചെയ്യേണ്ടതെങ്കിൽ അതിന് നമ്മൾ വേറെ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അത്തരത്തില് ദിവസത്തിലോ അല്ലെങ്കിൽ മാസത്തിലോ മന്ത്സിലോ അല്ലെങ്കിൽ ഡേയ്സിലോ നമ്മൾ ഈ ടേൺ ഓവർ റേഷ്യോസിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് വെലോസിറ്റി. ദാറ്റ് ഈസ് if the stock or inventory turnover ratio is expressed in days or months, then it is called stock velocity or stock turnover period. Stock turnover ratio അല്ല, stock turnover period. അപ്പോൾ ഇൻ കേസ് നമ്മുടെ അടുത്ത ക്വസ്റ്റിനകത്ത്
നമ്മളോട് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമ്മൾ എന്തും കൂടി കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും, സ്റ്റോക്ക് വെലോസിറ്റിയും കൂടി കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഡയറക്റ്റ്ലിയും അതേപോലെ തന്നെ നമുക്ക് ഇൻഡയറക്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. അതല്ലാതെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് നമുക്ക് സ്റ്റോക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യമേ എങ്ങനെയാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം സ്റ്റോക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണം. അതായത് തൊട്ട് മുൻപ് എക്സ്പ്ലെയിൻ ചെയ്ത ഇക്വേഷൻ വെച്ച്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എന്നുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണം. ആ റേഷ്യോനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആ റേഷ്യോ വെച്ച് നമ്മൾ ഡേയ്സ് ഓർ മന്ത്സിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്, 365 ആണ് അല്ലെ. നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 12 മന്ത്സ് ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 365 അല്ല എടുക്കുക, സാധാരണഗതിയിൽ 360 ആണായിട്ട് എടുക്കുക. കാരണം നമുക്കറിയാം ലീപ്പ് ഇയർ എന്നുള്ള കേസസ് ഒക്കെ വരുമ്പോൾ ഇയേഴ്സ് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പം നമ്മളൊരു സ്റ്റാൻഡേർഡ് നമ്പർ ആയിട്ട് 360നെയാണ് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 360 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ചെയ്യുക. നമ്പർ ഓഫ് മന്ത്സ് ആണെങ്കിൽ 12 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ചെയ്യാം. ഇതല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. ഡയറക്റ്റ്ലി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. അതായത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ നേരെ തല തിരിച്ചിടാം. ആവറേജ് സ്റ്റോക്കിനെ മുകളിലേക്ക് കൊണ്ടുവരാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ താഴേക്ക് കൊണ്ടുവരാം. ഇൻറ്റു ഡേയ്സ് ആണെങ്കിൽ 360 ചെയ്യാം, മന്ത്സ് ആണെങ്കിൽ ഇൻറ്റു 12 ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇതിന്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജനറലി a ratio of 8 times is considered as satisfactory. സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്ന ആൻസർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് 8 എന്നുള്ളൊരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സാറ്റിസ്ഫാക്ടറി റേഷ്യോ എന്ന് പറയുന്നത്. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ പാർട്ട് വരുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ദ സ്റ്റാൻഡേർഡും ലോവർ ദാൻ ദ സ്റ്റാൻഡേർഡും എന്താണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് നമുക്ക് കാണാം. സാറ്റിസ്ഫാക്ടറി റേഷ്യോ ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി റേഞ്ച് എന്ന് പറയുന്നത് 8 ടൈംസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇസ് എ മെഷർ ഓഫ് ലിക്വിഡിറ്റി ഓഫ് ഇൻവെന്ററി. ഒരു കമ്പനിയുടെ ഇൻവെന്ററിയുടെ ലിക്വിഡിറ്റി മെഷർ ചെയ്യും. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എത്ര സമയം കൊണ്ട് ആ ഇൻവെന്ററിനെ അല്ലെങ്കിൽ ആ സ്റ്റോക്കിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോസിലൂടെ മെഷർ ചെയ്യുന്നത്. ആൻഡ് ദിസ് റേഷ്യോ മെഷേഴ്സ് ഹൗ ക്വിക്ക്ലി ഇൻവെന്ററി ഈസ് സോൾഡ്. എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് കമ്പനിക്ക് അതിന്റെ ഇൻവെന്ററീസ് സോൾഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ടെസ്റ്റ് ദ എഫിഷ്യൻസി ഇൻ ഇൻവെന്ററി മാനേജ്മെന്റ്. ഒരു കമ്പനിയുടെ ഇൻവെന്ററി മാനേജ്മെന്റ് എത്രമാത്രം ഇഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് മെഷർ ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് us see the interpretation of stock turnover ratio. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 8 ടൈംസ് ആണ്. അതിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എ ഹയർ റേഷ്യോ ഓർ ഷോർട്ടർ ഇൻവെന്ററി പീരീഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഇൻവെന്ററി ഈസ് സോൾഡ് സോ ഫാസ്റ്റ്. അതായത് ഏറ്റവും കൂടുതൽ 8 ടൈംസിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനർത്ഥം ഇൻവെന്ററി പീരീഡ് എന്ന് പറയുന്നത് ഷോർട്ട് ആണ്. അതായത് പെട്ടെന്ന് കമ്പനിക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു, അതിനെ സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ക്യാഷിനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഹയർ ദ റേഷ്യോ ഇറ്റ് ഈസ് ബെറ്റർ ടു ദ കമ്പനി. ഏറ്റവും കൂടുതൽ റേഷ്യോ ആണ് വരണമെങ്കിൽ 8നേക്കാളും കൂടുതലാണ് വരുന്നുണ്ടെങ്കിൽ അതാണ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്.
ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലോവർ റേഷ്യോ. ലോവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൂടുതൽ സമയം എടുത്തിട്ടാണ് കമ്പനി അതിന്റെ ഇൻവെന്ററിനെ സെയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നാണ്. ഓക്കെ, അതായത് ലോവർ റേഷ്യോ മീൻസ് ലോങ്ങർ ഇൻവെന്ററി പീരീഡ്. അതെന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഇറ്റ് റിഫ്ലക്ട് ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ്, അക്കമുലേഷൻ ഓഫ് ഹ്യൂജ് സ്റ്റോക്ക്, ഡൾ ബിസിനസ് എക്സെട്ര. അതായത് കമ്പനിയുടെ സ്റ്റോക്കിന് അല്ലെങ്കിൽ ഇൻവെന്ററിന് കുറേ അധികം സമയം എടുത്തിട്ടാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താണ്? കമ്പനിയിൽ ഒരുപാട് സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് അത്രയും നല്ല മെച്ചപ്പെട്ട രീതിയിലല്ല പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ അതിനെ ലോവർ റേഷ്യോ ആണെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണേന്ന് നോക്കാം. From the following particulars calculate stock turnover ratio. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ക്യാരേജ് ഓൺ പർച്ചേസസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഓരോ ഐറ്റംസും എന്താണെന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ആവശ്യമുണ്ട്. പർച്ചേസസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ അതും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ക്യാരേജ് ഓൺ പർച്ചേസസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ പർച്ചേസസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസസുകളും എന്തായിരിക്കും? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാരേജ് ഓൺ പർച്ചേസും എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസിന്റെ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 2 lakh. ആൻഡ് ലാസ്റ്റ് വൺ ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും എടുക്കണം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ ആവറേജ് സ്റ്റോക്കും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലെ സെയിൽസിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ സെയിൽസിന്റെ എമൗണ്ട് ഒരു സ്ഥലത്ത് നമുക്ക് എടുക്കേണ്ട കാര്യം ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസസ് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ആയ ക്യാരേജ് ഓൺ പർച്ചേസസ് ഉണ്ട്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനും നമുക്ക് എന്തുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതിന് രണ്ടും ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്റ്റോക്കും കിട്ടും. അപ്പൊ അവിടെ സെയിൽസ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും എടുത്തിട്ട് പ്രോബ്ലം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പൊ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനും ഇതുപോലെ കുറെ ഐറ്റംസ് തരും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ വർക്കിംഗ് നോട്ട് നോക്കാം. കാൽക്കുലേഷൻസിന്റെ അത് തന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 40,000 ആണ്, പർച്ചേസസിന്റെ വാല്യൂ 1,20,000 ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ക്യാരേജ് ഓൺ പർച്ചേസസ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. ഇതെല്ലാതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,70,000 ആണ്. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 30,000 ഡയറക്ട്ലി തന്നിട്ടുണ്ട്. സോ 1,70,000 നിന്ന് 30,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ വാല്യൂ എത്രയായിട്ട് കിട്ടും? 1,40,000 ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ആവറേജ് സ്റ്റോക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. നമുക്ക് രണ്ട് വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് വാല്യൂസും കൂടി ആഡ് ചെയ്തു. 40,000 പ്ലസ് 30,000 ആൻഡ് ദാറ്റ് ഈസ് 70,000. 70,000 ഡിവൈഡഡ് ബൈ 2, ദ ആൻസർ ഈസ് 35,000. അപ്പോൾ ആവറേജ് സ്റ്റോക്കും ക്ലോസിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് ആൻസേഴ്സ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രണ്ട് വാല്യൂസും കിട്ടി കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? 1,40,000 ഡിവൈഡഡ് ബൈ 35,000 ആൻഡ് ദ ആൻസർ ഈസ് 4 times. ദാറ്റ് ഈസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് 4 times. ഓക്കെ, ഇനി അത് വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സ്റ്റോക്ക് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റോക്ക് വെലോസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഓൾറെഡി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിച്ച് കിട്ടിയിട്ടുണ്ട്. 4 times കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബേസിസിൽ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് അതുപോലെ തന്നെ നമ്പർ ഓഫ് മന്ത്സും നമ്മൾ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ 360 ആയിട്ട് റൗണ്ട് ഫിഗർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 360നെ നമുക്ക് കിട്ടിയ ആൻസർ ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 90 days എന്നും, അതേപോലെ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 12 monthsനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 months ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇന്റർപ്രിട്ടേഷൻ നോക്കാം.
നമുക്ക് ആൻസറിൽ നിന്ന് വ്യക്തമാണ് ബിലോ ദ സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡിന്റെ ഫിഗർ എത്രയാണ്? 8 ടൈംസ് ആണ്. ബട്ട് ഹിയർ ഇറ്റ് ഈസ് 4 ടൈംസ് അല്ലേ? അപ്പൊ പകുതിയുള്ളൂ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡിന്റെ പകുതി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. It means that the management, inventory management of the company or inventory policy of the company is very poor. It is not satisfactory. കമ്പനിയുടെ ഇൻവെന്ററി പോളിസി എന്ന് പറയുന്നത് നല്ല പോളിസി അല്ല, അല്ലെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്റർപ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും എൻ്റെ മെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൽ ഐ ഡിയിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അനൂസ് ലേണിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട്, അതിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി പേര് നോട്ട്സിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മെയിൽ ഐ ഡിയിൽ കൂടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, കുറേ സജഷൻസ് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സപ്പോർട്ട് ഒരുപാട് പേര് തരുന്നുണ്ട്. അപ്പോൾ തുടർന്നും അങ്ങനെയുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുക. കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.